മറ്റൊരു ശതകോടി പദ്ധതി യാഥാർത്ഥ്യമായത് സാംസ്കാരിക മണ്ഡലത്തിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബ്ലൈൻഡ് ഫ്രണ്ട്ലി മ്യൂസിയം കൂടിയായ പൊന്നാനിയിലെ നിള സംഗ്രഹാലയം മ്യൂസിയം നാടിന് സമർപ്പിച്ചത് പി നന്ദകുമാർ MLA നിരന്തര ഇടപെടലിനെ തുടർന്നാണ്. കേരള ചരിത്രം ഉൾക്കൊള്ളുന്ന സാംസ്കാരിക കേന്ദ്രമാണ് ഭാരതപ്പുഴയോരത്ത് സ്ഥിതി ചെയ്യുന്ന നിള സംഗ്രഹാലയം. ചമ്രവട്ടം പ്രൊജക്ട് ഓഫീസിന്റെ ഭാഗമായുള്ള ഇറിഗേഷൻ ഭൂമിയിലാണ് മ്യൂസിയം നിർമ്മിച്ചിരിക്കുന്നത്. നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനനുസരിച്ച് ആവശ്യമായി വന്ന ഭൂമി ഇറിഗേഷൻ വകുപ്പിൽ നിന്ന് വിട്ടുകിട്ടുന്നതിൽ ഉൾപ്പെടെ നിരവധി തടസ്സങ്ങൾ നിർമ്മാണ ഘട്ടത്തിലുണ്ടായിരുന്നു. നിലവിൽ എല്ലാ തടസ്സങ്ങളും മറികടന്നുകൊണ്ടാണ് മ്യൂസിയം യാഥാർത്ഥ്യമായിരിക്കുന്നത്. 17,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ ഇൻഡോ ടച്ച് വാസ്തു മാതൃകയിൽ ലോകോത്തര നിലവാരത്തിലാണ് നിർമ്മാണം നടന്നിരിക്കുന്നത്. പി ശ്രീരാമകൃഷ്ണൻ MLA ആസ്തി വികസന നിധിയിൽ നിന്നും 2.16 കോടിയും കേരള സർക്കാർ ടൂറിസം വകുപ്പ് 9.16 കോടിയും അനുവദിച്ച് KIIDCയും ULCCSും നിർമ്മിച്ച മ്യൂസിയത്തിൽ അക്വാസ്റ്റിക് ഓഡിറ്റോറിയവും ആംഫി തിയേറ്ററും ഓപ്പൺ എയർ സ്റ്റേജും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ഉദ്യാനവൽക്കരണവും നടത്തി. കുറച്ചുകൂടി സൗകര്യങ്ങളും സംവിധാനങ്ങളും യാഥാർത്ഥ്യമാക്കുന്നതിന് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതോടെ പൊന്നാനിയിലെ നിള സംഗ്രഹാലയം കേരളത്തിന്റെ സാംസ്കാരിക മേഖലയിൽ തല ഉയർത്തി നിൽക്കും. നമ്മുടെ ടൂറിസം മേഖലയ്ക്കകത്ത് വലിയ തോതിലേക്കുള്ള കുതിപ്പാണ് പൊന്നാനിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിള നദീ തീരം, ആ കർമ്മ റോഡിന്റെ പരിസരമാകെ തന്നെ വലിയ തോതിൽ ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു പ്രദേശമായി മാറിക്കഴിഞ്ഞു. അവിടെ നിള സംഗ്രഹാലയത്തിന്റെ പ്രവൃത്തി പൂർത്തീകരണം കഴിഞ്ഞു. അതുപോലെ തന്നെ പുതിയ രൂപത്തിലേക്കുള്ള പ്രൊജക്റ്റുകളും നമ്മുടെ മണ്ഡലത്തിൽ വരുന്നുണ്ട്. സ്വകാര്യ മേഖലയ്ക്കകത്ത് ഉള്ള മുതൽ മുടക്കോട് കൂടി ഏകദേശം 200 കോടി രൂപയുടെ ടൂറിസം മേഖലയ്ക്കുള്ള പ്രവൃത്തികളാണ് ആരംഭിക്കാൻ പോകുന്നത്. അതിൻ്റെ പ്രവൃത്തി 2 മാസം കൊണ്ട് തന്നെ പലതിനും പ്രവൃത്തി ആരംഭിക്കും. 2 കൊല്ലം കൊണ്ട് പൂർത്തീകരണം നടക്കും. പൊന്നാനി ബീച്ചിൽ നമ്മളെ നല്ല ഒരു പാർക്കിൻ്റെ എല്ലാ വിധത്തിലെ ടെൻഡർ നടപടിയും പൂർത്തീകരിച്ച് അക്ബർ ട്രാവൽസ് ഗ്രൂപ്പിന് അത് നൽകിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ പ്രവൃത്തിയും വളരെ പെട്ടെന്ന് ആരംഭിക്കും. അങ്ങനെ അതിമനോഹരമാകുന്ന രൂപത്തിലേക്ക് പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം ഒരു മിന്നും പൊന്നാനി ആക്കി മാറ്റത്തക്ക രൂപത്തിലേക്കുള്ള ഇടപെടലാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കുള്ളത്. ആഭ്യന്തര ടൂറിസം രംഗത്ത് പൊന്നാനിയുടെ അടയാളപ്പെടുത്തലായ പൊന്നാനി നിളയോര പാതയിൽ ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും സൗഹൃദപാത നവീകരിക്കുന്നതിനും 37 കോടി രൂപയാണ് ഇതിനകം ചെലവഴിച്ചത്. അപ്രോച്ച് റോഡ് നിർമ്മാണത്തിനും നിളയോര ടൂറിസം പാലം നിർമ്മാണത്തിനും 37 കോടി രൂപ ചെലവഴിച്ചതോടെ സഞ്ചാരികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്ന ഇടമായി പൊന്നാനി മാറി. 5,30,00,000 രൂപ ചെലവിൽ മറൈൻ മ്യൂസിയത്തിന്റെ നിർമ്മാണം നിളയോര പാതയിൽ തന്നെ അന്തിമഘട്ടത്തിലാണ്. പ്രതിസന്ധികൾ തരണം ചെയ്ത് നിലവിൽ ടൂറിസം വകുപ്പിന് കീഴിലാണ് മറൈൻ മ്യൂസിയം എന്ന പദ്ധതി പുരോഗമിക്കുന്നത്. നിളയോരത്ത് തന്നെ ആരംഭിച്ച മറൈൻ മ്യൂസിയം പദ്ധതി ടൂറിസം വകുപ്പിന് കൈമാറുകയും 5,30,00,000 രൂപയുടെ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തതും നിളയോര പാതയോട് ചേർന്ന് തന്നെയുള്ള എഴുപത്തുരുത്തി അക്വാറ്റിക് സ്റ്റേഡിയത്തിന് 21 കോടി രൂപ ചെലവിൽ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാനായതുമെല്ലാം നേട്ടങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചവയാണ്. നിളയോര പാതയ്ക്ക് അടുത്ത് തന്നെയുള്ള എഴുപത്തുരുത്തി ശ്മശാന നവീകരണത്തിന് 3 കോടി രൂപയുടെ പദ്ധതിയായതും ഇതേ കാലഘട്ടത്തിലാണ്. നിളയോര പാതയോട് ചേർന്നുള്ള മൈനോറിറ്റി കോച്ചിംഗ് സെന്ററിന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ 2024-25 ബജറ്റിൽ 2 കോടി രൂപയാണ് വകയിരുത്തിയത്. നിളയോര പാത നവീകരണത്തിന് 10 ലക്ഷം രൂപ ചെലവഴിച്ച് ഉദ്ഘാടനം നിർവഹിച്ചതും ഇക്കാലയളവിലാണ്. പൊന്നാനിയുടെ ടൂറിസം രംഗത്തിന് ഉണർവേകിയ കാലമാണ് കടന്നുപോയത്. അങ്ങനെ കാർഷിക മേഖലയ്ക്കകത്ത്, മത്സ്യമേഖലയ്ക്കകത്ത്, പശ്ചാത്തല മേഖലയ്ക്കകത്ത് ഒക്കെ നല്ല രൂപത്തിലേക്കുള്ള ഇടപെടലുകളാണ് ഈ കാലഘട്ടം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. വലിയ രൂപത്തിലേക്കുള്ള നിക്ഷേപമാണ് ഈ നമ്മുടെ പൊന്നാനി മണ്ഡലത്തിനകത്ത് നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്. സ്വകാര്യ മേഖലയ്ക്കകത്തുള്ള നിക്ഷേപം കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പൊന്നാനിയുടെ സമഗ്രമായ ഒരു വികസനം എന്ന സ്വപ്നമാണ് നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിയാൻ പോകുന്നത്. ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ തന്നെ പൊന്നാനിക്കൊരു സ്ഥാനമുണ്ട്. സാംസ്കാരിക മണ്ഡലത്തിലും പൊന്നാനിക്കൊരു സ്ഥാനമുണ്ട്. വികസന മേഖലയ്ക്കകത്തും പൊന്നാനി മെച്ചപ്പെട്ട രൂപത്തിലേക്കുള്ള ഒരു സ്ഥാനം കരസ്ഥമാക്കാനുള്ള വലിയൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ ശ്രമത്തിൽ നമ്മൾ മുൻപന്തിയിൽ തന്നെ നിൽക്കുമെന്ന കാര്യം സംശയമില്ല. എല്ലാം കൊണ്ടും എടുത്തു പറയത്തക്ക വികസനത്തിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലം എന്ന് പറയാം. സമാനതകളില്ലാത്ത വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാവുകയും കാലാനുസൃതമായുള്ള ബഹുമുഖ ബൃഹത് പദ്ധതികൾ വിഭാവനം ചെയ്യുകയും ചെയ്ത മണ്ഡലമാണ് പൊന്നാനി. നാളെയുടെ തലമുറയ്ക്ക് അടിസ്ഥാന വികസന പദ്ധതികളും ക്ഷേമ പ്രവൃത്തികളും ഉറപ്പാക്കി എന്നതാണ് പൊന്നാനിയുടെ ഏറ്റവും വലിയ നേട്ടം.
കേരളം കൈവരിച്ച പൊതുവായ നേട്ടങ്ങൾക്കൊപ്പവും നവകേരളത്തിന്റെ കുതിപ്പിനൊപ്പവും അന്തസ്സോടെ നിലയുറപ്പിച്ച നാടായി പൊന്നാനി അടയാളപ്പെടുകയാണ്.